ഇപ്പം വിളിച്ചാൽ മൂളുവോ മറ്റോ ചെയ്യുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ അതും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്കൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പം വന്നിട്ടുണ്ട്. നിങ്ങളടുത്താണോ അവര് ഇവര് തൊട്ടടുത്ത അവരൊരു 20 മിനിറ്റ്. കാണാറില്ല ഞങ്ങള്. ദിവസങ്ങൾ പോകുന്ന അറിയായിരുന്നില്ല. ജോലി വീട് ഓഫുള്ളപ്പോ കടയിൽ പോകുന്നു, പള്ളിയിൽ ഇരിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഒരു പാർട്ടിയാണ്, ഞങ്ങൾ അതിന്റെ പുറകെ ബിസിയാണ്. പാർട്ടി പാർട്ടി ഇവിടെ എന്നതാ ഡാഷുണ്ടോ ഇപ്പൊ ആര് നോക്കും? കൊണ്ട കൊടുത്തിട്ട് അതിനെ നഴ്സറി ഇട്ടേക്ക അപ്ഡേറ്റ് വരുമോ നമുക്ക്? അത് മോഡൽ ഫ്രണ്ടല്ല, അവരൊരു വീട്ടിലാണ് വിട്ടേക്കുന്നത്. മോടെ പിള്ളേരെ നോക്കുന്ന ആ പുള്ളിക്കാരിയുടെ പേരൻസിന്റെ അടുത്ത്. അല്ല ഈ ഒത്തിരി പട്ടികൾ ഉള്ളിടത്തുകൊണ്ട് വിട്ടാ ഇവൻ ശരിയാണ്. അതിന് അസുഖം പിടിക്കുക അവിടെ കൊണ്ട് വിട്ടാൽ. ഒത്തിരി നാളായിട്ടുള്ളതാണോ? 8 വർഷമായി. പിള്ളേരൊന്നും വീട്ടിലില്ലാത്തപ്പോ ഞങ്ങൾക്ക് ടൈമാണ്. ഇപ്പൊ പിന്നെ ചെല്ലുമ്പോ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ നിങ്ങളെ കാണാതിരിക്കുമ്പോ. ചെല്ലുമ്പോൾ ഓടി വരുമോ? വരും. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഇദ്ദേഹത്തെ അടിക്കുക. ഭക്ഷണം അവിടെ നിന്ന് കിട്ടുള്ളൂ എന്നറിയാം, അതുകൊണ്ടായിരിക്കും. അവന് ഇച്ചിരി ഭക്ഷണം താല്പര്യമുള്ള കൂട്ടത്തില്. വെയിറ്റാണ്. ഡാഷ് തന്നെ പറഞ്ഞു. ഡാഷ് കുഞ്ഞല്ലേ? കുഞ്ഞായിരിക്കണം, പക്ഷെങ്കിൽ അവന് ഫുഡ് കഴിക്കുന്ന അവന്റെ പ്രായത്തിന്റെ ഡബിൾ വണ്ണോ. നിങ്ങളെ വെള്ള പട്ടിയല്ലേ ഡാഷ്? പൊക്കം കുറഞ്ഞിട്ട് നിങ്ങളെ കൂടുതലുള്ളത്. ഈ അമ്മച്ചി തടഞ്ഞു നിർത്തും നിങ്ങളെ. എന്നിലെ കണ്ടായിരുന്നോ? സെയിം അമ്മച്ചി. അതെ നിങ്ങളെ കയറി വന്നത്. അല്ലെങ്കിലും അവന് ആദ്യമേ തന്നെ അവൻ രക്ഷോട്ട് പോയുണ്ട്. കാരണം ഇന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പണി കിട്ടും. അപ്പൊ അവന്റെ പണി കിട്ടും. ഇന്ന് വാർത്തകളുണ്ടായിരുന്നത്, ഇന്ന് വാർത്തകളുണ്ടായിരുന്നത് രാവിലെ 24 ശ്രീകണ്ഠന്മാരൊക്കെ കാണിക്കുന്നത്. അമ്മച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഫോൺ എടുത്തതാ, ഞാൻ വീഡിയോ ഒന്നും പിടിച്ചൊന്നുമില്ല, എനിക്ക് എന്റെ വീഡിയോ ഒന്നും ഓണാക്കാൻ അറിയത്തൊന്നുമില്ല. അമ്മച്ചി 24 പറയുന്നു. കാല് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? 2 പ്രാവശ്യം അവരാ കാല് വഴി കയറ്റാൻ നോക്കി അവന്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പ്രതികരിക്കാതിരിക്കുള്ളൂ. അതേസമയം ഇപ്പൊ ആണുങ്ങൾ അവിടെ നിന്ന് ആണുങ്ങളുണ്ടല്ലോ, അപ്പൊ കാലും കൂടെ ഓടിച്ച് അവന്മാർ വണ്ടി അത് വഴി കയറ്റിക്കൊണ്ട് പോകും. ആ പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ തിരിച്ചൊഴിവായി പോയത്. അല്ല അമ്മച്ചിക്ക് അതുപോലെ ദേഷ്യം വന്നു. അത് അമ്മച്ചി പറഞ്ഞു കേട്ടോ, എന്നെ ഒത്തിരി പേര് ഞാനിങ്ങനെ ഒത്തിരി ഇടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അവന്മാരൊക്കെ എന്നെ ഇത്തിരി പറഞ്ഞു, പക്ഷെ ഇയാൾ എന്നോട് മാന്യമായിട്ടാ നിങ്ങൾ തന്നെ ജയിച്ചെന്ന് പറഞ്ഞിട്ടാ അവര് പുള്ളി പോയെന്ന് പറഞ്ഞു. പുള്ളി മാന്യമായിട്ടാട്ടോ എന്നോട് പെരുമാറിയത്. അല്ലെങ്കിൽ എന്നെ ആൾക്കാർ ഇത്തിരി പറയും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കഴിഞ്ഞ ദിവസം അവസാനം പുള്ളി പറഞ്ഞു അമ്മച്ചി തന്നെ ജയിച്ചെന്ന് പറഞ്ഞിട്ടാ തിരിച്ചു പോയെന്ന് പറഞ്ഞു. അതിനെ കയറി വന്നതിനുള്ള പറ്റി പുള്ളിക്കിട്ട് കിട്ടും. അവന്റെ ക്യാൻസർ ലൈസൻസ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. ബാക്കി വഴി കിടക്കുന്നവരെല്ലാം മണ്ടന്മാരെന്നുള്ള രീതിയിൽ എല്ലാം അതൊരു സിഗ്ഗിയായിരുന്നു പോട്ടെന്ന് കാണാം. അതേലും അതെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ ചേച്ചി മോന്റെ ഇളയാൾക്ക് ഇപ്പൊ എത്ര പ്രായം ഉണ്ടപ്പോ? 8 മാസം. കൊച്ചിന് 8 മാസം. അതിട്ടായിരുന്നല്ലോ മാമോദിസ. അവരായാലും കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ മാമോദിസ ഇവിടെ ആക്കാമെന്ന്
വയസ്സായി ഇവിടെ ആയി. ദിവ്യ പറയുന്നേ അവരുടെ മമ്മിക്ക് മനസ്സിലായി കൊച്ചിനെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. മനസ്സിലായിരിക്കും ചിലപ്പോൾ ആർക്കൊക്കെ. ചില ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും. ചില പോയിന്റുകളിൽ അറിയുമായിരിക്കും. ലൊക്കേഷൻ വഴിയില്ല. ഇത് ബ്ലോക്ക് ആക്കിയോ? കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. നമ്മൾ അന്ന് അങ്ങനെയാ വന്നത്. ഇനിയിപ്പോൾ ലൊക്കേഷൻ ഇല്ല. നമ്മൾ ഇതിലെ തിരിച്ചിറങ്ങി പോയി. ഓർക്കുന്നുണ്ടോ? അവിടെ നിന്ന് നമ്മളൊന്ന് തിരിച്ചില്ല വന്ന് പോയി. അവിടെ വലിയ പോകുമ്പോഴാണ് മോനിട്ടതും തെറ്റിയപ്പോൾ തെറ്റല്ല. റോഡ് ബ്ലോക്ക് പണി നടക്കായിരിക്കും. അത് ഓരോ ഫ്രണ്ടിൽ കൂടെ റോഡാ അത്. മനസ്സിലായോ? നമ്മൾ അന്ന് ഇതിലെ കഴിഞ്ഞ ഇതിലാണ് ഇറങ്ങി വന്നതെന്നുള്ളൂ. അതെ അതെ. വണ്ടി വരുന്നത് ഫിസാറ്റ് ഫെഡറൽ ബാങ്കിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഫിസാറ്റതാണോ? അതെ, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസാറ്റിനും അപ്പോൾ ആലുവ ഇതല്ലേ ശരിക്കും? ആലുവൊന്നുമല്ല, ഇത് കറുകുറ്റിക്കകത്ത് കയറിയിട്ടാണ് ഫെഡറൽ ബാങ്കിന്റെ ഇത് ഈ ഫിസാറ്റ് ഉള്ളത്. ഞാൻ ഫെഡറൽ ബാങ്ക് ആണെപ്പോഴാണ് അറിഞ്ഞത്. ഫിസാറ്റ് ഫെഡറൽ ബാങ്കിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മളന്ന് അതിലെ ഇറങ്ങി ഇതിലെ വന്നങ്ങ് പോയത്. അവരുടെ വീടിനോട് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോയതും പക്ഷെ അപ്പുറത്ത് ചെന്നിട്ടാണ് പോയത്. ആദ്യം പോയത് ഒരു കവല ചെന്നിട്ടാണ്. പോണോ? നമ്മളന്ന് ഇവിടെ ആരാണ്ടോട് ചോദിച്ചപ്പോഴാണ് അപ്പുറത്ത് മണവാളൻ ഫാമിലി അപ്പുറയാന്നൊക്കെ പറഞ്ഞ് വിട്ടോന്ന് പണ്ട്. അവരുടെ വീട്ടുകാരാണോ അതോ അങ്ങനെയാണോ അറിയപ്പെടുന്നത്? മണവാളൻ ഫാമിലി. അവരുടെ മണവാളൻ ഫാമിലി. ഇന്നലെ ഈ കേബിൾ വണ്ടിയല്ല ഉണ്ടായിരുന്നു. അല്ല നമുക്ക് ഇന്നലെ യൂസ് ചെയ്യാമായിരുന്നു. ഒരു സൈഡ് USB അല്ലേ? ഒരു സൈഡ് USB അല്ലേ? അത് USB അല്ലേ? ഈ സൈഡ് USB ആണല്ലോ. സാറിന് രണ്ട് സൈഡ് സീറ്റ് ടൈപ്പ് വേണ്ടേ? വേണം. അത് കേബിൾ വണ്ടി കിടപ്പോ അതിൻ്റെ അകത്തും കിടപ്പുണ്ട്. USB വേണം. ക്യാമറയിൽ USB കൊള്ളുകയില്ലേ? നീളം കുറഞ്ഞ കേബിളായിരുന്നു സാറിന് ഉണ്ടായിരുന്നത്. ചെറുതായിരുന്നു. ചെറുതുള്ള ഇന്നലെ അവിടെ എടുത്ത ചിലപ്പോൾ പോയിട്ടില്ല. കാരണം ഇന്നലെ നമ്മൾ അവിടെ അത്ര ഇടയിലേ ഉള്ളായിരുന്നോ? എവിടെ പോയെന്നുള്ള കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളേ അത് അന്ന് അതിൻ്റെ അവിടെ വന്നിട്ടായിരുന്നു നമ്മൾ പോയത് അല്ലേ? ഇതുവഴിയാണോ? ഇവിടെ എവിടെ ഒരു കട നിങ്ങൾ കയറിയായിരുന്നു? ഈ കവലയുടെ പേരെന്നാ? കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് സാധി. ഇവിടെ ഓട്ടോക്കാരോട് ചോദിച്ചു, വഴി ചോദിച്ചു. കറക്റ്റ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചു വലത്തോട്ടാണ്. റൈറ്റ്. അതെന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. പക്ഷെ അവരവിടെ നമ്മളവിടെ അതിലെ തന്നെ നേരെ ഇറങ്ങിയാണ് പോയത്. പിള്ളേരാ പിള്ളേരാ. ഓ, അറുമുഖം ഓയിൽ മില്ല് ഇവിടെ തിരിയുന്നു. ഏറുകാരനോ? ഓ, ഏറുകാരൻ ഓയിൽ മില്ല്. അറുമുഖമല്ല. ഞാനും സാറ് വായിച്ചുകൊണ്ട് ഞാനും അങ്ങ് ഊഹിച്ചു അറുമുഖമായിരിക്കും. ഏറുകാരൻ മറ്റേ ഏറുകാരൻ.
വീടുകളുടെ മുറ്റത്തെല്ലാം ജാതിക്കായും ജാതിമരവും ഒക്കെ ഉണ്ട്. അതുപോലെ മതിലാണെങ്കിലും നല്ല ഹൈറ്റിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ ചക്കവടം. അതെല്ലാം വിയറ്റ്നാമിലെയാ. നമ്മളിങ്ങനെ ആണോ? ഓ, ചെറിയ ഇവരുടെ വീടുകളിലെല്ലാം വിയറ്റ്നാമിലും പിന്നെ കമ്പിളി നാരങ്ങ കിടക്കുന്നു. അത് പറ്റില്ല. ഇത് ആറ്റുതീരം പോലെ കിടക്കുന്നു കേട്ടോ. കൊക്കോ പറഞ്ഞിരിക്കുന്നത് തളർത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് അതാണ് ലൊക്കേഷനിൽ വന്നത്. ഈ വീടല്ലേ? ഈ വീടാ അവരുടെ. ഇവിടെ തന്നെയല്ലേ? അതെ അതെ. പിള്ളേർ വന്നല്ലോ. പിള്ളേർ വന്നല്ലോ. അത് നമ്മൾ വൈകിട്ട് പോകണോ? നമ്മൾ ചായ കുടിക്കാൻ കയറി മറ്റേ ബിബിനല്ലേ? ആണോ? ഓ വിപിനായിരുന്നു.